പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെ SBTയുടെ വിദ്യാഭ്യാസ വായ്പ കുടിശ്ശിക പിരിച്ചെടുക്കാൻ റിലയൻസ് നടപടികൾ തുടങ്ങി. സംസ്ഥാനത്തെ 9,000-ഓളം ആളുകളിൽ നിന്നായി 129 കോടി രൂപ പിരിച്ചെടുക്കാനുള്ള നടപടിക്കാണ് തുടക്കമായത്. ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേർക്ക് ബാങ്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. 2015 ജൂൺ 29-നാണ് വിദ്യാഭ്യാസ വായ്പയെടുത്തവരുടെ കിട്ടാക്കടം പിരിച്ചെടുക്കാൻ റിലയൻസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ചുമതലപ്പെടുത്തിയത്. 4 ലക്ഷത്തിൽ താഴെ വായ്പയെടുത്ത 8,430 പേരിൽ നിന്നായി 129 കോടി രൂപ പിരിച്ചെടുക്കാനാണ് കരാർ. ഇതിന്റെ ഭാഗമായി കുടിശ്ശിക പിരിക്കാൻ റിലയൻസിനെ ചുമതലപ്പെടുത്തിയെന്ന് കാണിച്ച് SBT നോട്ടീസ് അയച്ചു തുടങ്ങി. ഇതിനു പുറമെ പലയിടത്തും പണം ലഭിച്ചതായി കാണിച്ച് റിലയൻസ് ബാങ്കുകൾക്ക് കത്തും നൽകിയിട്ടുണ്ട്. കുടിശ്ശിക പിരിച്ചെടുക്കാൻ റിലയൻസിനെ ചുമതലപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ബാങ്ക് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് കേരള വികാസ് കോൺഗ്രസ് പാർട്ടി. മനോബലമില്ലാത്ത ചില കുടുംബങ്ങൾ ഇതിൻ്റെ പേര് ആത്മഹത്യക്ക് വിധേയരാകും. തൻ്റെ ഇടമുള്ള ചില സ്ത്രീകളെ റിലയൻസിൻ്റെ ഗുണ്ടകളെ വാക്കത്തിയെടുത്ത് വെട്ടിയെന്ന് വിരിക്കും. ഇത് രണ്ടും ഇവിടെ ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രമസമാന പ്രശ്നം ഉണ്ടാക്കും. ഇതിൽ നിന്നും ഈ റിലയൻസ് എന്തിനാണ് ഇത് കൂട്ടി തെണ്ടിത്തരത്തിന് പോകുന്നത്? അവർക്ക് അംബാനിയെപ്പോലെ കോടീശ്വരൻ ഈ പാവപ്പെട്ടവനെ പിരിച്ചെടുക്കാൻ വേണ്ടി പോണോ? 129 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളതിൽ 63 കോടി രൂപ മാത്രം റിലയൻസ് ബാങ്കിന് നൽകിയാൽ മതിയെന്നാണ് നിബന്ധന. ബാക്കി തുക സർവീസ് ചാർജായി റിലയൻസിന് കരസ്ഥമാക്കാം. വൻകിടക്കാർക്ക് നൽകിയ വായ്പയുടെ കുടിശ്ശികയും കടവുമൊന്നും തിരിച്ചുപിടിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തപ്പോഴാണ് സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തിയുള്ള പണപ്പിരിവ്. റിപ്പോർട്ടർ, പാലക്കാട്.